അശോക, അലക്സി കുഞ്ഞെന്തിയെ? അലക്സി കുഞ്ഞെന്തിയെന്ന്? പൊള്ളാച്ചിക്ക് പോയി. സണ്ണിച്ചായം വിളിപ്പിച്ചതാ. ഇതെന്താ ചന്ത പിരിയാറായിട്ടും വളരെ കുറവാണല്ലോ. ഈ ആഴ്ച വിചാരിച്ച പോലെ ഉരുക്കൾ അങ്ങോട്ട് പോയില്ല അശോക. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല തോമാച്ച. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സണ്ണിച്ചായൻ അലക്സിയും ചോദിക്കുമ്പോൾ നേരിട്ടങ്ങ് പറ. നിങ്ങൾ ഇവിടുത്തെ ബ്രോക്കർമാരും കൂടി മനഃപൂർവ്വം ഇവിടുത്തെ ചന്തങ്ങ് തളർത്തും. എന്നാ പിന്നെ നാളെ താഴ്ത്തങ്ങാടി ചന്തയ്ക്കും ശനിയാഴ്ച കരിയാത്തൂർ മല ചന്തയ്ക്കും ഒരു സംഖ്യ അങ്ങ് ആക്കാലോ കമ്മീഷൻ വകയില്. കർത്താവേ, ദൈവദോഷം പറയല്ലേ അശോക. പുലിമുറ്റത്തെ കുട്ടികൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ആര് ചെയ്താലും ശരി, സണ്ണിച്ചായനോട് അലക്സിയോടും കളിക്കുമ്പോ സൂക്ഷിച്ചാ എല്ലാവർക്കും നല്ലത്. വൈ രാജാ വൈ. 1 വെച്ച 2, 2 വെച്ച 10, 10 വെച്ച 100. സാക്ഷര കേരളത്തിന്റെ മലയാളം അറിയാത്ത മുത്തുക്കളെ വച്ചോ വച്ചോ. തട്ടിപ്പില്ല വെട്ടിപ്പില്ല മറി മായങ്ങളില്ല. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എവിടെയും വെക്കാം. സത്യസന്ധമായ കളികൾ മാത്രം. വരൂ, മടിച്ചു നിൽക്കണ്ട, വരൂ, കടന്നു വരൂ. ചന്തോസല്ലോ ഉത്തമേട്ട, ഒരു തമാശക്ക് ഇങ്ങനെ. അതെ, പണം വെച്ച് മുച്ചീട്ട് കളി, 1ഉം 2ഉം പറഞ്ഞ കത്തിക്കുത്ത്, കള്ളവാറ്റ്, വെറുതെ ഒരു രസത്തിന് വല്ലപ്പോഴും ഒരു ബലാസംഗം, പെൺവാണിഭം. ഇതൊക്കെയല്ലേ മണികണ്ഠ നമ്മുടെ നാട്ടിലെ തമാശകള് അല്ലടാ. നാട്ടുകാരുടെയും പോലീസിന്റെ ഒക്കെ തല്ലുകൊണ്ട് നീ 2-3 പ്രാവശ്യം വടക്കമല കയറിയതല്ലടാ. ഇനിയെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിച്ചോടാ മണികണ്ഠ. കഷ്ടപ്പെട്ട് പഠിച്ച പണി അതിനേക്കാൾ ഏറെ കഷ്ടമാണ് എന്റെ ഉത്തമേട്ട. നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളെ പോലുള്ള പോക്കറ്റടിക്കാരെയാ. ജീവൻ പണയം വെച്ച് ഏതെങ്കിലും ബസ്സിനകത്ത് കുത്തിക്കയറി ഒന്ന് പോക്കറ്റടിക്കാന്ന് വെച്ചാലോ ആദ്യം കിട്ടുന്നത് ഒന്നെങ്കിൽ മരുന്നിന്റെ ചീട്ട്, അല്ലെങ്കിൽ ആഭരണം പണയം വെച്ചതിന്റെ രസീത്. കാഴ്ചയിൽ റിച്ചായ ആളുകളുടെ ആണെങ്കിലോ കിട്ടുന്നത് ഒന്നെങ്കിൽ മടങ്ങിയ ചെക്ക്, അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ്. എടാ, ലോക കാര്യങ്ങളെ കുറിച്ച് ഇത്രയും വിവരമുള്ള സ്ഥിതിക്ക് നീ ഒന്ന് ഇലക്ഷൻ നിൽക്കടാ. ജയിച്ചെങ്ങനെ വന്നാ നിന്റെ നാഭിക്കിടിച്ച പോലീസുകാരനെ നിനക്ക് നല്ല ഇടിവിട്ട് സല്യൂട്ടും തരും, നിനക്ക് കാവൽ നിൽക്കുകയും ചെയ്യും. അതുറപ്പാണ്. അതെ, ഇന്ന് ചന്തയിൽ 10 ആള് കൂടുന്ന ദിവസമാണ്. ഞാനിങ്ങനെ മുച്ചീട്ട് കളിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയിക്കോളാം. ഓ, ഉത്തമേട്ടനാകുമ്പോ ഒരു മനുഷ്യപ്പറ്റുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളവർ അങ്ങനെയല്ല, മുഴുവനും കൂടെ വാരി കൊണ്ടുപോകും. അതെ, ഇനി വേറെ വല്ല പോലീസുകാരും കൂടെ വരുവോ? ഇന്നിനി ഇങ്ങോട്ട് ആരും വരില്ല. പക്ഷെ രാവ് നല്ലതാണെന്ന് കരുതി വെളുക്കോളം കളിക്കൊന്നും വേണ്ട. ആവശ്യത്തിന് കിട്ടിക്കഴിഞ്ഞാൽ കളി നിർത്തി പൊക്കണം. ഉത്തമേട്ടാ, ഓ, സുഖാണോ? പോലീസുകാർക്ക് എന്ത് സുഖം മക്കളെ. അങ്ങനെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെന്താ, പിന്നെ ചിലര് ചോദിക്കും ഓണായാലും സംക്രാന്തി ആയാലും നിങ്ങൾക്ക് സുഖമല്ലേ എന്ന്. ഞങ്ങൾക്ക് എന്തോന്ന് സുഖം ഭഗവാന്. ഹൈവേ, മോന്റെ പാസ്പോർട്ട് എൻക്വയറിക്ക് സ്റ്റേഷനിൽ നിന്ന് ആള് വന്നു പറഞ്ഞേക്കണം. മോനോട് സ്റ്റേഷൻ വരെ വരാൻ പറ. ശരി സാറേ, ചായ പറയട്ടെ. ബിരിയാണിക്കോ കുറച്ച് തീയന്നേ. എന്റെ പൊന്നു മോനെ, ബീഡിയും സിഗരറ്റും കത്തിക്കാൻ ഇത് ഈ ഒഴിക്കല്ലേ. വല്ല ട്രാൻസ്പോർട്ട് ബസ് കത്തിക്കാനോ ഒരയ്ക്ക് തീ കഴിക്കാനോ ഒക്കെ ചോദിച്ചോ, അതിന് കുഴപ്പമില്ല. മനുഷ്യന്മാരെ തല കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന നാട്ടില് ബീഡിക്ക് തീ ചോദിക്കാൻ പാടില്ലെന്ന് ഓരോരോ നിയമങ്ങള്. പറഞ്ഞല്ലോ, ചോദിച്ചോക്ക്. എന്താ? അല്ല, ബീഡിക്ക് തീ കൊടുത്താൽ ഏതാ മോനെ വകുപ്പ്? അത് ഏകദേശം കൊലക്കുറ്റത്തിന് തുല്യമായിട്ട് വരും. വേറെ നിനക്ക് എന്തൊക്കെ വകുപ്പ് പറയണോടാ? ഒന്നും വേണ്ട, ഒന്നും അറിയണ്ട. ഓ, അല്ല, ആനക്കൊരു ചായ എടുക്കട്ടെ മോനെ. പാലിത്തിരി കൂടിയാലും മധുരം ഒട്ടും കുറയ്ക്കണം. പാൽക്കാരി പിടിച്ചേ ലോക്കപ്പിലിടും. പിന്നെ കെട്ടാൻ വരുന്ന സക്കീറെ വേറെ പെണ്ണ് കിട്ടും. അങ്ങനെ ഇപ്പൊ സക്കീറിനൊക്കെ വേറെ പെണ്ണ് കെട്ടാനൊന്നും പോണില്ലേട്ടോ. തെക്ക് വടക്ക് നടക്കാണ്ട് നിങ്ങളുടെ കാര്യം വേഗം നോക്കി. ഇല്ലെങ്കിലേ നിങ്ങളുടെ മഞ്ചാടി കുരുല്ലേ ഓളെ ആരെയും കെട്ടിക്കൊണ്ടു വേഗം പോയിട്ട് വാ. സക്കീറിന്റെ കാക്ക അടുത്ത മാസം ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. വന്നാലുണ്ട കല്യാണം വേണമെന്നാ പറഞ്ഞേ. അതിന് കാശൊക്കെ ഒരുപാട് വേണ്ടി വരില്ലേക്കാ. നമ്മുടെ SI പരമേശ്വരൻ സാറൊക്കെ ഉള്ള സമയത്ത് ആ കുട്ടീന്റെ കല്യാണം വെച്ചാലേ നല്ലൊരു സംഖ്യ കയ്യെ കിട്ടായിരുന്നു. അതിന് നല്ലവരാരെയും അധിക കാലം ഇവിടെ നിൽക്കാൻ പുലിമുറ്റത്തുകാരെ സമ്മതിക്കില്ലല്ലോ. പുലിമുറ്റത്തെ സണ്ണി ഓന്റെ അനുസരണ ആറാൻ പറഞ്ഞ അലക്സിയും ഓലല്ലേ ഇവിടുത്തെ ഗവൺമെന്റും പോലീസും പട്ടാളവും കോടതിയൊക്കെ. റബ്ബേ, വല്ലാത്തൊരു പടപ്പുകള്. ആ തണ്ട തോമാച്ചനൊക്കെ നേരത്തെ പെട്ടി കയറി സ്ഥലം കാലിയാക്കി നന്നായി. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഈശ്വരന്മാരായിട്ട് വലുതാക്കിയവരെ നമ്മളായി ചെറുതായി കണ്ടിട്ട് കുറ്റം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. എന്റെ പൊള്ളാച്ചി ചന്തയിൽ ഒരു മൂരി വന്നാലും പോയാലും സണ്ണിക്ക് കാശാത്രേ. വാഴുന്നവരല്ലേ. ചുരുക്കത്തില് ഞമ്മക്കിപ്പോ രസയില്ല. ഒരു മാസത്തിലധികമായല്ലോ കോഴിക്ക് പാസ്പോർട്ട് വരുന്ന പോലെ ഇതാ വരണു എന്ന് പറയാൻ തുടങ്ങിയിട്ട്. SI ഇല്ലാന്ന് വെച്ചാൽ എന്താ ഇവിടെ വല്ല കച്ചവടത്തിന് കുറവുണ്ടോ? ഒരു കുറവില്ല. ബാപ്പയില്ലാത്തപ്പോ സൂപ്പി മൂപ്പൻ അല്ലാണ്ടെന്താ. തമ്മിൽ തന്നെ 2 ഏടുമാരും അതിന്റെ ഇടയിൽ പള്ളിപ്പാതിരിയാ വേണ്ടിയിരുന്നൊരു പാവം ASI ചെറിയാൻ സാറും. അപ്പൊ പഴയ പറ്റത്രേ? 130 രൂപ. 130. ഇപ്പതാ ബീഡി, പഴം, സിഗരറ്റ്, പിന്നെ ഒരു ചായ എല്ലാം കൂടി ചേർത്തിട്ടേ പിന്നെ തരാം.
പോയി കളയടാ. മക്കള് പോയി കളി. പിന്നെ ഇങ്ങനെ വെപ്രാളം കണ്ട വെടിവെപ്പിന് പോവാണെന്ന് തോന്നുമല്ലോ. നാളല്ലേ മനുഷ്യ എന്റെ ഒന്ന് വാങ്ങിച്ചു പിടിക്കല്ലേ കേട്ടാ. പിന്നെ എടി ASI സ്ഥലത്തില്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിളിനാണ് ചാർജ്. ഏട്ടെന്നും പറയണ്ട് വേറൊരു തവണ ഇരിപ്പുണ്ടല്ലോ ആ മലബാർ കാക്ക. അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്തരുന്ന എടി ഇന്ന് ചന്ത ദിവസമാണ്. വല്ല 10 കാശ് കിട്ടാനുള്ളത് അവൻ ചെന്ന് ഫോൺ എടുത്ത് അവനല്ലേ എടി കിട്ടു. മര മോന്റെ എന്റെ കമ്പി ചേട്ടറി. ഓ ഇതുകൊണ്ടങ്ങ് മിന്നിച്ചേക്കണേ. ഓ നേരെ ഒന്ന് ശരിക്കും വെളുത്തോട്ടന്റെ ഇസ്മയിലേക്ക. എന്നാൽ ഇങ്ങനെയുണ്ട് ഒരു കുടി. മദ്യപാനമാണടാ മനസ്സിനൊരാനന്ദം. അത് തുള്ളി തുള്ളി അകത്ത് ചെന്നാൽ സ്വർഗലോകമാണടാ സ്വർഗലോകമാണടാ. കള്ളു കുടിച്ച് മയ്യത്തായി ഇങ്ങനെ തുള്ളി തുള്ളി അങ്ങോട്ട് ചെന്നാലേ പടച്ചോൻ സ്വർഗത്തിലോട്ട് കയറ്റില്ല ഇസ്മയിലേക്ക. ഹലോ വാ വാ പിള്ള സാർ എന്നെ എന്തേ അവർക്കാര് മൈക്ക് പെർമിഷൻ കൊടുത്തത്? ഓ ഞാനല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇന്നത്തേക്ക് മൈക്ക് പെർമിഷൻ തന്നത്. പിന്നെ എങ്ങനെ അതേ സമയത്ത് ഇതേ അങ്ങാടിയിൽ അവരുടെ മീറ്റിംഗ് നടത്തും? വാ വാ ഞാൻ തന്നെ ഇരിക്കട്ടെ. അതിനിപ്പോ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ല. മറ്റവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്ത നമ്മളാ. നിന്റെ കൂടി ആര് പറഞ്ഞു കൊടുക്കാൻ? എന്റെ കൂടി ആരും പറയില്ല. വേണ്ട സർ പിടിക്കടോ. അതെ ഓസിന് പോണ പോലീസുകാരൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതിന് കിട്ടില്ല മോനെ. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങാടിയിൽ ഒരേ സമയത്ത് 2 പാർട്ടിക്കാരുടെ പ്രസംഗം. കേട്ടു കേട്ടു. അങ്ങാടിയിൽ 2 കൂട്ടരുടെയും അനൗൺസ്മെന്റ് കേട്ടു. ഹായ് എന്താ രസം. പൂരപ്പറമ്പിൽ ഇറങ്ങിയത് പോലെയല്ലേ. വൈകുന്നേരം ആയ യുദ്ധക്കളാവും യുദ്ധക്കളം. കുത്തും കൊലയും കൊടൽമാല കൊണ്ട് ഡെക്കറേഷനും നടക്കും. എന്റെ കർത്താവേ പിരിയാൻ ഇനി 1.5 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. അതൊന്ന് ഫാസ്റ്റ് അടിച്ചു തന്നാ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. അതിനെ എറിയാനറിയാവുന്നതിൽ വടി തരൂല്ലോ. എന്നാ പിടിച്ചറാ വടി. ഞാൻ ഈ വടിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്. പിന്നെ സാറ തൊപ്പി ഞൂരിത്ത എന്നിട്ടൊരു തോക്ക് കൊടുത്തുക. ഞാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങി പട്ടാന്ന് വെടിവെച്ച് പണി ഞാൻ ഒപ്പിച്ചുതരാം. അത് ഞാനെടുത്ത് തരണ. നീ ആ തോക്ക് ഇങ്ങടുത്ത് എന്റെ നടുനിഞ്ച് നോക്കി ചറപ്പറാന്ന് 4-5 പെട്ടി അങ്ങ് വെക്കടാ. സാർ തോക്കെടുക്കാൻ ഇതെടുത്താ കോട്ടേജ് കൊണ്ടുവച്ചേ. ഓ ഈ 2 ഹെഡ് കോൺസ്റ്റബിൾമാരും കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇന്ന് ഇത്ര കിട്ടിയുള്ളൂ. നീ ഏത് ശവത്തിന്റെ കണ്ണീന്നും മൂക്കീന്നും മാന്തിയതാടാ? അല്ല ഇന്ന് ചന്ത ഹൗസ് ആയതുകൊണ്ട് പിള്ള സാറ് പറഞ്ഞൊരു പിരിവെടുത്തിട്ട്. അതെ നീ ഇവിടുത്തെ ആരാ? അയ്യോ അത് പിന്നെ ചെറിയ സാറിന് അറിഞ്ഞൂടെ? അറിയാം. എടാ ഇവിടെ ചില പോലീസുകാർക്ക് നേരും നെറിവും മനസാക്ഷിയും ഇല്ല. അതിന് അവര് പറഞ്ഞ ന്യായം ഞങ്ങള് പോലീസായി പോയിന്നാ. പോലീസ് അല്ലാത്ത നിനക്കെങ്കിലും ഇത്തിരി നേരും നെറിവും മനസാക്ഷിയും ഒക്കെ ആയിക്കൂടെ? ചെല്ലേ ചെല്ലേ. സാറാമേ എല്ലാ തവണത്തെ തെങ്ങും തൈ പോലെ അല്ല ഇത്. മുറ്റത്ത് വെച്ചാ അപ്പ കാക്കും. അയ്യോ എന്നാ വേഗം കൊണ്ടുപോയി പുറത്തു വയ്ക്കേ. നിങ്ങളുടെ തലയിൽ എന്താ മനുഷ്യ? തൊപ്പി. ആ അതിന്റെ താഴെ എന്താന്നാ ചോദിച്ചത്? പിന്നാക്ക് എന്താ ഭരണിയിലെ കാര്യം പറഞ്ഞതാ. അതെ കുറച്ചുകൂടെ കഴിയുമ്പോ ഈ തൊപ്പി അവരങ്ങോട്ട് ഊരി മേടിക്കും. പിന്നെ കേറി കിടക്കാൻ ക്വാർട്ടേഴ്സ് കാണില്ല. 20 സെന്റ് സ്ഥലമുള്ളത് 25 കിലോമീറ്റർ ദൂരെയാ. കണ്ണി കണ്ട തൈയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കും. അത് വാടി ഉണങ്ങി പോവുകയും ചെയ്യും. ഉത്തമ പെണ്ണ് പ്രായം തികഞ്ഞ് വരികയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ മനുഷ്യനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടാ. എന്ത് പെണ്ണ് പ്രായം തികഞ്ഞു വന്നു എന്നുള്ളത്? മനുഷ്യ എന്താ നിന്റെ വീട് പണിയോടം വരെയായി? എന്റെ വീട് പണിയാ. നിങ്ങളുടെ അല്ല ഇവന്റെ. ആ പെയിന്റിങ്ങിന്റെ പണി ഏകദേശം കഴിയാറായി. പിന്നെ വയനാട്ടിൽ നിന്ന് ഒരു കൂപ്പിൽ ഏലത്തിനെടുത്തുണ്ട്. അത് കഴിഞ്ഞോണം മരപ്പണി തുടങ്ങാൻ. AC-യുടെ പണി കഴിഞ്ഞു. പിന്നെ ഫ്ലോറിങ്ങിന്റെ പണി തുടങ്ങാൻ നല്ല ഇറ്റാലിയൻ മാർബിൾ കിട്ടാനില്ല. ASI ചെറിയാൻ സാറിന് കേറി കിടക്കാൻ വീടില്ല. പിന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചായ കൊണ്ട് കൊടുക്കണം. എന്റെ കാര്യം ഒരു പൊരത്തറ കെട്ടിയിട്ടുണ്ട് ചേച്ചി. അത് തന്നെ വലിയ കാര്യം. അയ്യോ നിന്റെ ഊണ് കഴിഞ്ഞില്ലേ? ഏയ് തുടങ്ങിട്ടേ ഉള്ളൂ. അമ്മോ എനിക്ക് ഇനി നമുക്ക് വൈകുന്നേരം ഉണ്ണാം. എന്താ ചെയ്യാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണന്നെ ഒരു ഉണ്ണാമൻ. പാത്രം അവിടെ വെച്ചിരിക്ക. പാത്രം കണ്ട അപ്പ വന്നിരിക്കും പിശാശ്. റോസിയ ഇപ്രാവശ്യം 10ാം ക്ലാസ് ആണ്. പത്രത്തിൽ പടം വരുത്തിക്കണം. പടം വരും. ഇവിടെ ഏതെങ്കിലും കോന്തന്റെ കൂടെ ഓടി പോകുമ്പോ പടം വരും. അതൊന്നുമല്ല, അവൾക്ക് ഇപ്രാവശ്യം റാങ്ക് അല്ലടി. എന്താ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇതിന്റെ അല്ലേ വിത്ത്? അതൊന്നുമല്ല, ഇപ്രാവശ്യം അവൾ അപ്പച്ചനെ ഞെട്ടിക്കും. എന്ത് കുമ്പളം കുത്തിക്ക? ആ എന്താ കൊച്ചെന്തോണി ചേട്ടാ? ചെറിയ കുഞ്ഞെ എന്റെ മോൾക്ക് എന്ത് പറ്റി? പുലിമുറ്റത്ത് ജോലിക്ക് വന്നിരുന്നതാ.
കാണാനില്ല 3-4 ദിവസമായിട്ട്. പ്രായം ചെന്ന പെൺകുട്ടികളെ വീട്ടുജോലിക്ക് അയക്കാൻ പറ്റിയ സ്ഥലം പുലിമുറ്റത്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പുലിമുറ്റത്തുനിന്ന് വീട്ടിലേക്കെന്നും പറഞ്ഞു പോന്നു അലക്സി കുഞ്ഞ് പറയുന്നേ. എന്റെ മോള് നിങ്ങൾ ഇന്ന് ഇവിടെ പൊട്ടി മുളച്ചു വന്നല്ലോ. സണ്ണി മലക്സിയുള്ള വീട്ടിലേക്ക് കൊച്ചിനെ പറഞ്ഞയക്കാൻ. ഇതിലും ഭേദേ ആ വടക്കമ്മേലേക്ക് പറഞ്ഞയക്കായിരുന്നു. മേലുദ്യോഗസ്ഥനെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വിചാരിക്കില്ല കേട്ടാ. കാണാതായ പെണ്ണ് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പുലിമുറ്റത്ത് ജോലിക്ക് ഇരുന്ന പെണ്ണാണെന്ന് ഓർമ്മ വേണം. പുലിവാലി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ എടോ പിള്ളേ, ഈ പുലിമുറ്റത്തെ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മുട്ടുവിറക്കുന്നുണ്ടെങ്കിലേ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെയാണ് ഞാനും. അറിയാലോ, ഈ സണ്ണിയുടെയും അലക്സിയുടെയും അപ്പന്റെ അനിയന്റെ മകൻ എന്ന് വെച്ചാ അവർക്ക് ഞാൻ കൊച്ചച്ഛൻ. ഈ ചെറിയാൻ അല്ല ഞാൻ പറഞ്ഞു. മിണ്ടരുത്. ആ പാവം കൊച്ചന്തോണിച്ചേട്ടൻ വന്ന് സങ്കടം പറയുമ്പോ പള്ളി പോയി പറയാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ.